ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ UGC നെറ്റിൻ്റെ പേപ്പർ 1 മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്നുള്ള ഏരിയയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നമ്മൾ നോക്കിയാലാണ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, so first question, a student traveled from his residence to his college at the rate of 25 km per hour and returned to his residence at the rate of 4 km per hour. To and fro journey of the student took 5 hours and 48 minutes. Find the distance of his college from his residence. Okay, ഒരു സ്റ്റുഡൻറ്റ് റെസിഡൻസിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 25 km per hour ആൻഡ് തിരിച്ച് അല്ലെ 4 km per hour. അപ്പം ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് സെയിം അല്ലേ, അതായത് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നു, കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, അങ്ങോട്ട് പോകുന്ന ഡിസ്റ്റൻസ് തന്നെയാണ് ഇങ്ങോട്ടും വരുന്നത് അല്ലെ, ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്. ആൻഡ് ടു ആൻഡ് ഫ്രോ ജേർണി ഓഫ് ദ സ്റ്റുഡൻറ് ടുക്ക് 5 hours and 48 minutes. ടോട്ടൽ ടൈം 5 hours 48 minutes ആണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് പറയാം, ഫസ്റ്റ് അങ്ങോട്ട് പോകുന്ന ടൈം പ്ലസ് തിരിച്ചു വരുന്ന ടൈം എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? 5 hours and 48 minutes. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ, യൂണിറ്റുകൾ എന്താണ് ഒരേപോലെ എഴുതാൻ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ അവറും മിനിറ്റും ആണ്. അപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം ഇവിടെ സ്പീഡ് എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ് തന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ ടൈം നമ്മൾ അവറിലേക്ക് എഴുതണം. അപ്പൊ ആ യൂണിറ്റ് കൺവേർഷൻ എങ്ങനെയാ? 1 hour എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 60 minutes ആണ്. തിരിച്ച് 1 minute എന്ന് പറഞ്ഞാൽ എന്താണ്? 1/60 hour ആണ്. ക്ലിയർ അല്ലേ? 1 hour എന്ന് പറഞ്ഞാൽ 60 minutes, തിരിച്ച് 1 minute, 1 minute എന്ന് പറഞ്ഞാൽ 1/60 hour. അപ്പൊ നമുക്ക് 48 minute എങ്ങനെ മാറ്റാം? 48/60 അല്ലെ, 48 into 1/60. സോ ഇവിടെ നമുക്ക് മാറ്റാം 5 + 48/60 എന്ന് മാറ്റാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ നമുക്ക് എഴുതാം, ജസ്റ്റ് ആ ഒരു കാൽക്കുലേഷൻ. ഡയറക്റ്റ് ആയിട്ട് അവേഴ്സിലാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരെ അങ്ങ് എഴുതി പോയാൽ മതിയായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ അവേഴ്സിലും മിനിറ്റിലും കൂടാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ അവിടെ ആദ്യം മിനിറ്റിനെ അവറിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. സോ 5 + 48/60 എന്ന് എഴുതി. ഇനി ക്യാൻസൽ ചെയ്യാനൊക്കെ ഉള്ളൊന്ന് ക്യാൻസൽ ചെയ്തേ. 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ 48 60. 6 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 8 ആയി, ഇവിടെ 10 ആയി. ദെൻ 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, ഇവിടെ 5 ആയി. അതായത് 5 + 4/5 എന്ന് വന്നു. ഇനി ആ ഒരു കാൽക്കുലേഷൻ ചെയ്തേ. 5 + 5 25 + 4 അല്ലെ, 29/5 hours എന്ന് കിട്ടി. ഏതാ? T1 + T2. ഇനി ഫസ്റ്റ് കേസിലെ ടൈമിന്റെ ഇക്വേഷനും സെക്കൻഡ് കേസിലെ ടൈമിന്റെ ഇക്വേഷനും കൂടെ എഴുതി കമ്പൈൻ ചെയ്താൽ പോരായോ? ടൈമിന്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്ന് അല്ലെ. അയാൾ T1 എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അയാൾ അങ്ങോട്ട് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയ ടൈം അല്ലെ, ആ ഡിസ്റ്റൻസിനെ നമുക്ക് D എന്ന് വിളിക്കാം. ഓക്കെ, D ബൈ അങ്ങോട്ട് പോയ സ്പീഡ് ഏതാ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, സ്പീഡ് ഏതാ? 25 km per hour അല്ലെ. സോ D/25 പ്ലസ് തിരിച്ചിങ്ങോട്ട് വന്ന ടൈം എന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് വന്ന ഡിസ്റ്റൻസ് ഏതാ? അതേ ഡിസ്റ്റൻസ്, അങ്ങോട്ട് പോയ അതേ ഡിസ്റ്റൻസ് തന്നെ, D ബൈ തിരിച്ചിങ്ങോട്ട് വന്ന സ്പീഡ് ഏതാ? 4 km per hour അല്ലെ. സോ D/4 അതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ആയ 29/5 hours. ഇപ്പൊ യൂണിറ്റ് എല്ലാം ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ഇത് കിലോമീറ്റർ പെർ അവർ, ഇത് കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഇത് ടൈം ഏതിലേ എഴുതാൻ പാടുള്ളൂ? അവറിലേ എഴുതാൻ പാടുള്ളൂ അല്ലെ. നമുക്ക് കിട്ടുന്നത് ഇത് കിലോമീറ്റർ പെർ അവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഡിസ്റ്റൻസ് ഏത് യൂണിറ്റിലായിരിക്കും? കിലോമീറ്ററിലായിരിക്കും. ഓപ്ഷൻസ് നോക്കി അത് കിലോമീറ്റർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെയുള്ള ഈ ഒരു യൂണിറ്റ് കൺവേർഷൻ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അവറിലായിരുന്നെങ്കിൽ നമ്മൾ മാറ്റണ്ട, മിനിറ്റിലാണെങ്കിൽ അത് അവറിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മൾ 48 minute അവറിലേക്ക് നമ്മൾ മാറ്റി അതിനെ 4/5 എന്ന് എഴുതി, അത് രണ്ടും കൂടെ ചേർത്ത് അല്ലെ ബൈ 1 എന്നുള്ളത് ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെഴുത്തല്ലേ, അതേപോലെ ചെയ്തത് 29/5 എന്ന്. ഇനി നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാം. സോൾവ് ചെയ്തേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4D + 25D ബൈ 25 × 4 100 = 29/5. ഓക്കെ, സോൾവ് ചെയ്തേ. 25D + 4D 29D. 29D ഇൻറ്റു ഇത് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 5 = 29 × 100. ഓക്കെ, ദെൻ ഇവിടുന്ന് 29 ഉം 29 ഉം പോയല്ലോ. ദെൻ D = 100/5
ദാറ്റ് ഈസ് 20 കിലോമീറ്റർ. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 20 കിലോമീറ്റർ. ക്ലിയർ അല്ല? അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഇത് യൂണിറ്റ് കൺവേർഷൻ അറിഞ്ഞിരിക്കണം. അതേപോലെ ടൈം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, ആ 3 ഇക്വേഷനും അതിൽ നിന്ന് പഠിച്ചോണം. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ടൈം ഇൻറ്റു സ്പീഡ്, സ്പീഡിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ല അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ മന്ത്ലി സാലറി ഓഫ് എ കപ്പിൾ ഈസ് 2 lakh. Their salaries are in the ratio of 5:3. If husband and wife spend 40% and 20% of their salaries respectively, what is the ratio of their savings? Okay. ഇവിടെ രണ്ടുപേരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ടോട്ടൽ സാലറി തന്നിട്ടുണ്ട് ആൻഡ് അവരുടെ സാലറീസിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഈസ് ടു വൈഫിന്റെ സാലറി 5:3 ആൻഡ് ടോട്ടൽ സാലറി 2 lakh. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ആ 2 lakh തന്നിട്ടുണ്ടായത് കൊണ്ട് ഹസ്ബൻഡിന്റെ സാലറിയും വൈഫിന്റെ സാലറിയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അങ്ങനെ ആ ഒരു വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം അവസാനവും നമ്മളോട് റേഷ്യോയാണ് ചോദിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ആക്ച്വൽ വാല്യൂ നമുക്ക് വേണ്ട, നമ്മൾ റേഷ്യോയിൽ തന്നെ പോയാൽ മതി. അതായിരിക്കും കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പം. അല്ല നിങ്ങൾക്ക് ടോട്ടൽ സാലറി തന്നിട്ടുണ്ട്, ഈ പറഞ്ഞ ഡേറ്റ സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, 2 lakh വെച്ച് നമുക്ക് ആ സാലറി എഴുതാം, വീണ്ടും നമ്മൾ അതിന്റെ റേഷ്യോ തന്നെ കാണണം. അപ്പൊ ഞാൻ പറയുവാണ്, റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിക്കോളൂ, ഹസ്ബൻഡിന്റെ സാലറി 5x, വൈഫിന്റെ സാലറി 3x. ഓക്കെ, എവിടെ റേഷ്യോ തന്നാലും ഈ എക്സ് വെച്ച് എഴുതിക്കോളൂ. 5:3 ആണെങ്കിൽ ഒരാളുടെ 5x, മറ്റൊരാളുടെ 3x. ഓക്കെ, അപ്പൊ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും സാലറി ആണിത്. ഇനി ഇവിടെ പറയുന്നത് എന്താ? ഹസ്ബൻഡ് സ്പെൻഡ് 40%, അല്ലെ? ഹസ്ബൻഡ് 40% സ്പെൻഡ് ചെയ്തു. അപ്പൊ ഹസ്ബൻഡ് എന്താണ് സ്പെൻഡ് ചെയ്തത്? ഈ 5xന്റെ 40% സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് സേവ് ചെയ്യും? ടോട്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100%. 40% സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 100 - 40, 60% ആയിരിക്കും അയാൾ സേവ് ചെയ്യുക. എന്തിന്റെ? സാലറിയുടെ 60% ഓഫ് 5x ആണ് അയാൾ സേവ് ചെയ്യുന്നത് അല്ലെ? 40% ഓഫ് 5x അയാൾ സ്പെൻഡ് ചെയ്തു, സേവ് ചെയ്യുന്നത് 60% ഓഫ് 5x ആണ്. അതേപോലെ വൈഫ് സ്പെൻഡ് ചെയ്യുന്ന എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? 20% ഓഫ് ദ സാലറി. ഓക്കെ, വൈഫ് 20% ഓഫ് സാലറി സ്പെൻഡ് ചെയ്യുന്നു, 20%. അങ്ങനെയാണെങ്കിൽ എത്ര സേവ് ചെയ്യുന്നത്? 100 - 20, 80% സേവ് ചെയ്യും അല്ലെ? അതായത് 80% ഓഫ് വൈഫിന്റെ സാലറി 3x. ക്ലിയർ അല്ലേ? ഇതൊരു യഥാർത്ഥ വാല്യൂയുടെ നമുക്ക് ടോട്ടൽ സാലറി തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, വീണ്ടും അത് നമുക്ക് റേഷ്യോ ആണ് എടുക്കേണ്ടത് അല്ലെ? വീണ്ടും നമ്മൾ വലിയൊരു വാല്യൂ കണ്ടുപിടിക്കുന്നു, അതിനെ വീണ്ടും കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്താൽ മതി. ഹസ്ബൻഡിന്റെ സാലറി സേവ് ചെയ്ത് 60% ഓഫ് 5x ആണ് സേവിങ്സ്, വൈഫിന്റെ സേവിങ്സ് 80% ഓഫ് 3x. അതിന്റെ റേഷ്യോ ആണ് കാണാനുള്ളത്. റേഷ്യോ കണ്ടേ, 60% ഓഫ് 5x ഹസ്ബൻഡ്, 80% ഓഫ് 3x വൈഫ്. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്താൽ പോരായോ? ഓക്കെ, എക്സും കട്ട് ചെയ്യാം, പെർസെൻറ്റേജും നമ്മൾ കട്ട് ചെയ്യുന്നു. ദെൻ ദാണ്ട് ഈ 0 കട്ട് ചെയ്തു. ബാക്കി നോക്കിയ 6 × 5 ബൈ 8 × 3. ഓക്കെ, ഇനിയും കട്ട് ചെയ്യാനുണ്ടല്ലോ. 3ഉം 6ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 2 ആയി. ദെൻ 2ഉം 8ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 1 ആയി, 4 ആയി. സോ ഫൈനൽ ആൻസർ 5/4. ദാറ്റ് ഈസ് 5:4 ആണ് സേവിങ്സിന്റെ, ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും സേവിങ്സിന്റെ റേഷ്യോ. ക്ലിയർ അല്ലേ? അപ്പൊ റേഷ്യോ വരുന്ന സമയത്ത് ഈ എക്സ് വെച്ച് ചെയ്തു പോവുക. എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനേ? ഫൈനലിലും അവർ നമ്മളോട് റേഷ്യോയാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് റേഷ്യോ തന്നെ ഇട്ട് പോയാൽ മതി. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Average age of a class of 34 students and the teacher reduces by 0.5 years if the teacher is excluded. The initial average of the class including teachers is 16 years. Find the age of the teacher. അതായത് 34 സ്റ്റുഡൻസും ടീച്ചറും എന്ന് പറഞ്ഞാൽ 35 ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, 34 സ്റ്റുഡൻസും 1 ടീച്ചറും കൂടെ ചേർത്ത് 35 സ്റ്റുഡൻസിന്റെ ആവറേജ്. ഇനിഷ്യൽ ആവറേജ് ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ 16 ആണ്. അതായത് 35 ആളുകളുടെ ആവറേജ് 16 ആയിരുന്നു. അതിൽ നിന്ന് ടീച്ചറിനെ എക്സ്ക്ലൂഡ് ചെയ്താൽ, ടീച്ചറിനെ അതിൽ നിന്ന് മാറ്റിയാൽ അവരുടെ ആവറേജ് എന്താവും? റെഡ്യൂസസ് ബൈ 0.5 അല്ലെ? 0.5 റെഡ്യൂസ് ചെയ്യും. അതായത് 15.5 ആകും. എപ്പോഴാ? 34 ആകുമ്പോൾ. എങ്കിൽ ആ ടീച്ചറിന്റെ ഏജ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോർമലി ഇങ്ങനെ ചെയ്യാം. 35 സ്റ്റുഡൻസിന്റെ ആവറേജ് 16 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ആവറേജിന്റെ ഇക്വേഷൻ എന്താ? സം ബൈ നമ്പർ അല്ലെ? നമ്മൾ സം എടുക്കുക, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് ആവറേജ്. സമ്മ് ചോദിച്ചാലോ ആവറേജ് ഇൻറ്റു നമ്പർ ആണ് അല്ലെ? ആവറേജ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സമ്മ് കിട്ടും.
ക്ലിയർ അല്ലേ? അപ്പൊ 35 സ്റ്റുഡൻസിന്റെ ആവറേജ് 16 ആണെങ്കിൽ അവരുടെ സമ്മ് 35 into 16. ഇനി 34 സ്റ്റുഡൻസിന്റെ ആവറേജ് 15.5 ആയില്ലേ? അപ്പൊ അവരുടെ സമ്മ് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ പ്രോഡക്റ്റുകൾ മൈനസ് ചെയ്താൽ നമുക്ക് ടീച്ചറിന്റെ ഏജ് കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, അതിലേക്ക് മറ്റൊരാൾ വരുന്നു, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരാൾ പോയി, കമ്മിങ്, ഗോയിങ്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് കാൽക്കുലേഷൻ വേഗം ചെയ്യാം. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കുക. കുറച്ച് ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരാൾ വരുന്നു, പുതിയ ഒരാൾ വരുന്നു. അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരാൾ പോകുന്നു. അപ്പൊ ഈ ടൈപ്പ്, അപ്പൊ വന്ന ആളുടെ ഏജ് എന്താണ്, അല്ലെങ്കിൽ പോയ ആളുടെ ഏജ് എന്താണ്, അല്ലെങ്കിൽ മാർക്ക് എന്താണ് എന്ന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതുവാണ്. ഞാൻ ഏജ് എന്ന് കൊടുക്കുക, ജസ്റ്റ് ഒരു ടേം കൊടുക്കാൻ വേണ്ടി. അത് ഏജ് ആകാം, മാർക്ക് ആകാം, റൺസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പൊ ഏജ് ഓഫ് എ പേഴ്സൺ കമ്മിങ്, വരുന്ന ആളുടെ ഏജ് എന്ന് ചോദിച്ചാൽ ഇനിഷ്യൽ ആവറേജ്, ആദ്യം വരുന്നതിന് മുന്നേ അവിടെ ഒരു ആവറേജ് ഉണ്ടായിരുന്നല്ലോ, അത് ഇനിഷ്യൽ ആവറേജ് പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ്. ആവറേജിൽ എന്ത് വ്യത്യാസമാണോ ഉണ്ടായത്, അതായത് ഒരാൾ കൂടെ വന്നപ്പോൾ ആവറേജിന് എന്ത് വ്യത്യാസം ഉണ്ടായോ ആ വാല്യൂ ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ, ഈ വന്ന് കഴിയുമ്പോഴുള്ള ഫൈനൽ ആളുകളുടെ എണ്ണം. ക്ലിയർ ആണോ? എന്താണ് ഇനിഷ്യൽ ആവറേജ് പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ് ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ ചേഞ്ച് ഇൻ ആവറേജ് ഇൻക്രീസ് ആണെങ്കിൽ നിങ്ങൾ പ്ലസ് കൊടുക്കുക, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. അതായത് ഒരാൾ വന്നപ്പം ആവറേജ് കൂടുവാണെങ്കിൽ അവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക, ആവറേജ് കുറയുവാണെങ്കിൽ അവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഈ ചേഞ്ച് ഇൻ ആവറേജിന് ഇതാണ് ഒരാള് വന്നാൽ എന്താണ് ഇനിഷ്യൽ ആവറേജ്, ആദ്യം ഉണ്ടായിരുന്ന ആവറേജ് പ്ലസ് ചേഞ്ച് ഇൻ ആവറേജ് എന്താണെന്ന് കണ്ടുപിടിക്കുക ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ. ഇനി അടുത്തത് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അത് നോട്ട് ചെയ്തതിന് ശേഷം അടുത്തത് എഴുതുക. ഇവിടെ ഞാൻ എന്താ മാറ്റുവാണ്, ഏജ് ഓഫ് എ പേഴ്സൺ ഗോയിങ്. ഓക്കെ, പോകുന്ന ഒരാളുടെ ഏജ് ചോദിച്ചാൽ ഏജ് ഓഫ് എ പേഴ്സൺ ഗോയിങ് ഈസ് ഈക്വൽ ടു, അതായത് കുറച്ച് പേരുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരാൾ പോയി. ഓക്കെ, നേരത്തെ ചെയ്തതിൽ നിന്ന് ആ പ്ലസിന്റെ അവിടെ മൈനസ് ആകുന്നു, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇനിഷ്യൽ ആവറേജ് മൈനസ്, ഇവിടെ ഒരു മൈനസ്, നേരത്തെ അവിടെ പ്ലസ് ആയിരുന്നു, വരുമ്പം പ്ലസ് ആയിരുന്നു, പോയപ്പോൾ അവിടെ മൈനസ്, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ. എന്താണ് ചേഞ്ച് ഇൻ ആവറേജ്, ആവറേജിലുള്ള വ്യത്യാസം ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ്, ആ ഒരാൾ പോയി കഴിഞ്ഞിട്ട് എന്താണോ ആളുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നോട്ട് ചെയ്യുക. അപ്പോൾ കമ്മിങ്ങിന്റെ അവിടെ പ്ലസ് ഇരുന്നു, ഗോയിങ്ങിന്റെ അവിടെ മൈനസ് ഇരുന്നു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? നമുക്ക് പറയാം പോവുമായിരുന്നു അല്ലെ, 34 സ്റ്റുഡൻസും ടീച്ചറും കൂടെ ചേർത്ത് 35 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 35 ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ആവറേജ് എത്ര ആയിരുന്നു? 16 ആയിരുന്നു ഇനിഷ്യൽ ആവറേജ്, അത് അല്ലെ. ടീച്ചർ പോയി, അപ്പൊ എത്ര പേരായി? 34. ഇതാണ് ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ അല്ലെ. ആവറേജ് എന്തായി? 0.5 കുറഞ്ഞു. ആ ചേഞ്ച് ഇൻ ആവറേജ് ഡയറക്റ്റ് തന്നേക്കുക, പുതിയ ആവറേജ് നിങ്ങൾ കണ്ടുപിടിക്കണ്ട. 0.5 കുറഞ്ഞു, ഡിക്രീസ് ആണ്, അപ്പൊ -0.5 എന്ന് ഇടാൻ ഓർക്കുക. 0.5 ഇൻക്രീസ്ഡ് ആണെങ്കിൽ +0.5 ഇടാനെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനിഷ്യൽ ആവറേജ് എത്രയാണ്? 16. ദെൻ ഗോയിങ് ആണ്, സോ മൈനസ്. ദെൻ ചേഞ്ച് ഇൻ ആവറേജ് എന്താണ്? 0.5 റെഡ്യൂസ് ചെയ്തു, ദാറ്റ് മീൻസ് -0.5 അല്ലെ, -0.5 ഇൻറ്റു ഫൈനൽ നമ്പർ ഓഫ് പീപ്പിൾ. ഒരാൾ 35 ഉണ്ടായിരുന്നു, ഒരാൾ പോയി കഴിഞ്ഞാൽ 34 ആണ് ഫൈനൽ അല്ലെ, 34. ഇത് സോൾവ് ചെയ്താൽ ആൻസർ ആയി. ക്ലിയർ അല്ലേ? സോ 16, ഈ മൈനസും കൂടെ പ്ലസ് ആയി, 34 ഇൻറ്റു 5 17. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ പോയിന്റ് ഉണ്ട് 17 അവിടെ വരുന്നു, 16 + 17 33. അപ്പൊ ആ ടീച്ചറിന്റെ, പോയ ആളുടെ, അല്ലെങ്കിൽ ആ ടീച്ചർ അല്ലേ ഇവിടുന്ന് പോയത്, അപ്പൊ ടീച്ചറിന്റെ ഏജ് എന്താണ്? ഓപ്ഷൻ ബി 33 ഇയേഴ്സ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ പഠിക്കാതെ കമ്മിങ്ങും ഗോയിങ്ങിന്റെയും ചോദ്യങ്ങൾ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A trader marks his goods at 40% above the cost price and allows a discount of 25%. What is his gain percent? Okay, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ പെർസെൻറ്റേജിന്റെ ഒരു ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരു എക്സ് എന്നുള്ള ഒരു വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, അതിനെ ഞാൻ 10% ഇൻക്രീസ് ചെയ്താൽ എൻ്റെ പുതിയ നമ്പർ എന്താ?
എക്സിന്റെ കൂടെ എക്സിന്റെ 10% കൂടെ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ, എക്സ് പ്ലസ് 10% ഓഫ് എക്സ്. ഇതാണ് കൺസെപ്റ്റ്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേഗം എങ്ങനെ എഴുതാം? എക്സിന്റെ കൂടെ 10% ഇൻക്രീസ് ചെയ്താൽ 110% ഓഫ് എക്സ്, അതായത് 100ന്റെ കൂടെ 10ഉം കൂടെ ആഡ് ചെയ്ത് 110% ഓഫ് എക്സ്. ഓക്കെ, 20% ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 120% ഓഫ് എക്സ്. 35% ഇൻക്രീസ് വന്നാൽ നമുക്ക് എന്ത് പറയാം? 100 പ്ലസ് 35, 135% ഓഫ് എക്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി 10% ഡിക്രീസ് ചെയ്യുവാണെങ്കിലോ, എക്സ് ഉണ്ട്, 10% കുറയുവാണെങ്കിലോ, അവിടെ ഇൻക്രീസ് വന്നപ്പോൾ 100 പ്ലസ് ചെയ്തെങ്കിൽ ഡിക്രീസ് വരുമ്പോൾ 100 മൈനസ് ചെയ്യണം, 90% ഓഫ് എക്സ്. 20% ഡിക്രീസ് ചെയ്യുവാണെങ്കിലോ 100 മൈനസ് 20, 80% ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുക. മനസ്സിലല്ലോ? അപ്പൊ ഈ ഒരു പോയിന്റ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഇതാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇങ്ങനെയുള്ള പെർസെന്റേജ് വരുന്ന കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. എ ട്രേഡർ മാർക്ക് ഹിസ് ഗുഡ് അറ്റ് 40% എബോവ് ദ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് അതായത് ഇപ്പൊ നമുക്ക് 100 എന്നോ എക്സ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, 100 എന്ന് എടുക്കുന്നതായിരിക്കും പെർസെന്റേജ് വരുന്ന ക്വസ്റ്റ്യനിൽ ചെയ്യാൻ എളുപ്പം. 100 രൂപയാണ് ഒരു സാധനത്തിന്റെ വില എന്ന് വിചാരിക്കുക. ആ ട്രേഡർ അതിനെ 40% എബോവ് മാർക്ക് ചെയ്തു, അതായത് 40% കൂട്ടിയിട്ടു. 100 രൂപ വിലയുള്ള സാധനത്തിന് 40% കൂട്ടിയിട്ടാൽ എത്ര ആവും? 140 ആവും അല്ലെ. ദാറ്റ് ഈസ് 140% ഓഫ് 100. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 100 ആണ് നടക്കുന്നത്. സോ 140% ഓഫ് 100 എന്ന് പറഞ്ഞാൽ 140. അത് നമുക്ക് എളുപ്പമാണ്. 100 വരുമ്പോൾ മാത്രമേ ഇതിന്റെ കൂടെ ജസ്റ്റ് ഇങ്ങനെ കൂട്ടി 140 എന്ന് എഴുതത്തുള്ളൂ. ഇവിടെ 90യോ വേറെ എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ 140% ഓഫ് 90 അങ്ങനെ എഴുതണം. ക്ലിയർ അല്ലേ? നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട് 140% ഓഫ് 100. അത് പെർസെന്റേജിന്റെ 100ഉം ഇതും കൂടെ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ആ 140. ഓക്കെ, സോ 140 കിട്ടി. ഇനി എന്താ പറയുന്നത്? ആൻഡ് ദെൻ അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 25%. ഇപ്പോൾ അതിന്റെ വില 140 ആണ്, എന്നിട്ട് ഒരു 25% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? ഡിക്രീസ്. 25% വില കുറച്ചു എങ്കിൽ ആ വില കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? അപ്പൊ എന്താ? 140 റുപ്പീസ് ആയിരുന്നു, അതിന് 25% ഡിക്രീസ് ചെയ്താൽ ഡിക്രീസ് വരുമ്പോ എന്താ? 100 മൈനസ് 25, ദാറ്റ് ഈസ് 75% ഓഫ് 90. അത് നമ്മൾ സോൾവ് 90 അല്ല, സോറി 140. ഓക്കെ, 75% ഓഫ് 140. അത് നമ്മൾ സോൾവ് ചെയ്യണ്ടേ? സോൾവ് ചെയ്തേ. 75/100 ഇൻറ്റു 140. ഓക്കെ, ഇവിടെ 3, ഇവിടെ 4. നിങ്ങളത് 2 തവണ 5 വെച്ച് കട്ട് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒറ്റ തവണ 25 വെച്ച് കട്ട് ചെയ്യുക. അത് നിങ്ങൾ സോൾവ് ചെയ്തോളുക. ദെൻ 4 വെച്ച് ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 2 ആയി, ഇവിടെ 70, ഇവിടെ 2 വെച്ച് വീണ്ടും കട്ട് ചെയ്താൽ 35. 35 ഇൻറ്റു 3 15, 105. ഓക്കെ, അപ്പോൾ അത് 105 ആയി. അതായത് 140 റുപ്പീസ് വിലയുള്ള സാധനത്തിന് 25% ഡിക്രീസ് ചെയ്തപ്പം എത്ര ആയത്? 105 ആയി അല്ലെ. അപ്പൊ നോക്കിയേ, 100 രൂപ വിലയുള്ള സാധനം എത്ര രൂപയ്ക്കാ വിറ്റത്? 105 രൂപയ്ക്ക്. എന്ന് വെച്ചാൽ എത്രയാണ്? 5% ഗെയിൻ ഉണ്ടായി. ക്ലിയർ അല്ലേ? 100 രൂപ വിലയുള്ള സാധനം 100 എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് അത് മൈനസ് ചെയ്തങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, 100 റുപ്പീസ് വിലയുള്ള സാധനം ആദ്യം 40% ഗെയിൻ ചെയ്തു, അത് 140 ആയി. പിന്നീട് അത് 25% ഡിക്രീസ് ചെയ്തു, അത് 105 ആയി അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര ചേഞ്ച് വന്നത്? 5% ലാഭമാണ് അവിടെ ഉണ്ടായത് അല്ലെ. സോ 5% ഈസ് ദ ഗെയിൻ. ക്ലിയർ ആണോ? അപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അത് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഡിസംബറിലേക്കുള്ള നെറ്റിന്റെ എക്സാമിന് വേണ്ടിയുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും കറക്റ്റായിട്ട് ഓർഡറിൽ പഠിച്ച് അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസും എല്ലാം വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് എക്സാം ഫേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് 1 വർഷത്തെ വാലിഡിറ്റിയോടുകൂടി. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡിസംബർ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി 1 ഇയർ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ കോഴ്സിൽ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും PYQ അനാലിസിസും മോക്ക് ടെസ്റ്റും മെന്റർഷിപ്പും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നമ്മളുടേത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.